തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു. കുഞ്ഞിനെ പീഡിപ്പിച്ച കോവളം സ്വദേശി വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഞ്ചാവ് വിൽപ്പന കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന വ്യക്തിയുടെ മകളാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായ 2 വയസ്സുകാരി. അച്ഛൻ ജയിലിലായതിന്റെ പിറ്റേന്നു മുതൽ കുട്ടിയുടെ അമ്മയും കുട്ടിയും വിക്രമനെന്ന അനിൽകുമാറിന്റെ വീട്ടിലായിരുന്നു താമസം. എന്നാൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച എന്തോ അത്യാവശ്യ കാര്യം പ്രമാണിച്ച് കുട്ടിയുടെ അമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോഴാണ് വിക്രമൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. കോവളം നെടുമം സ്വദേശി വിക്രമൻ എന്ന് വിളിക്കുന്ന അനിൽകുമാർ, ഏജ് 48, അയാളെ അറസ്റ്റ് ചെയ്തു. വീട്ടിൽ തിരികെ എത്തിയ കുട്ടിയുടെ അമ്മ കുട്ടിയിൽ ചില പന്തികേടുകൾ കണ്ടെത്തുകയും വിഴിഞ്ഞം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് വയറുവേദനയ്ക്ക് ചികിത്സിക്കുകയും ചെയ്തു. എന്നാൽ കുട്ടിയുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറാത്തതിനെ തുടർന്ന് അമ്മ തന്നെയാണ് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. അവിടെ നടന്ന വിദഗ്ധ പരിശോധനയിലാണ് കരളു തകരുന്ന ആ വാർത്ത അമ്മ അറിയുന്നത്. പിന്നീട് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് കോവളം പോലീസ് ആശുപത്രിയിലെത്തിയതും കുട്ടിയുടെ അമ്മയുടെ മൊഴിയെടുത്തതും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഈ ഒരു പീഡന ശ്രമം, സെക്ഷൽ അബ്യൂസിനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിൽ അറിയിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോയി കുട്ടിയുടെ അമ്മയുടെ മൊഴി വന്ന് കേസ് രജിസ്റ്റർ ചെയ്യും. പ്രതിയെ അയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ സമാനമായ പീഡനക്കേസിൽ മുമ്പും പ്രതിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവിനും മയക്കുമരുന്നുകൾക്കും അടിമ കൂടിയായ പ്രതിയെ നെയ്യാറ്റിൻകര കോടതി റിമാൻഡ് ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു.